പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം തരം ഹിന്ദി വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ദിശാഹീന ദിശ എന്ന് പറയുന്ന പാഠത്തിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി പ്രശ്നോങ്കെ ഉത്തർ ലിഖേ. 1. ദിശാഹീന ദിശ നാമക് പാഠ് കി പ്രോക്തി ക്യാ ഹേ? ദിശാഹീന ദിശ എന്ന് പറയുന്ന പാഠത്തിൻ്റെ പ്രോക്തി എന്ന് പറഞ്ഞാൽ വിധ, രീതി. ഇത് ഏത് രീതിയിലുള്ള പാഠാണ്? യാത്രാവൃത്ത്. 2. ദിശാഹീന ദിശ നാമക് യാത്രാവൃത്ത് കാ ലേഖക് കോൻ ഹേ? ആരാണ് ദിശാഹീന ദിശ എന്ന് പറയുന്ന പാഠത്തിൻ്റെ ലേഖകൻ, രചയിത? കോൻ ഹേ? മോഹൻ രാകേഷ്. യാത്രാവൃത്ത് മാനെ ക്യാ ഹേ? യാത്രാവൃത്ത് എന്ന് പറഞ്ഞാൽ ക്യാ ഹേ, എന്താണ്? കിസി യാത്ര കാ വർണ്ണൻ, ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ചുള്ള വർണ്ണന. യാത്ര के पहले क्या क्या तैयारियां करनी चाहिए? യാത്രക്ക് മുമ്പേ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം? യാത്ര के लिए समय साधन और रूपरेखा चाहिए. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. യാത്ര के लिए समय साधन और रूपरेखा चाहिए. यात्रा के लिए यात्रा की पूरी रूपरेखा बनाता है. कहाँ जाना है? എവിടെ പോകുന്നു? കബ് ജാനാ ഹേ? എപ്പോൾ പോകണം? കൈസെ ജാനാ ഹേ? എങ്ങനെ പോകണം? ഔർ കിത്തനെ ദിൻ രഹനാ ഹേ? എത്ര ദിവസം താമസിക്കണം? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തീരുമാനിക്കണം. ये सब तैयार करना है. दिशाहीन दिशा नाम क्यों दिया होगा? निश्चित रूपरेखा नहीं होने के कारण इस पाठ को दिशाहीन दिशा नाम क्यों दिया होगा? നിശ്ചിത രൂപരേഖ നഹീം ഹോനേക്കെ കാരണം, നിശ്ചിതമായ ഒരു പ്ലാൻ, ഒരു രൂപരേഖ ഇല്ലാത്തത് കൊണ്ട്. ലേഖക് കൈസെ യാത്ര കർത്താ ഹെ? ലേഖകൻ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? കോയി രൂപരേഖക്കെ ബിനാ യാത്ര കർത്താ ഹെ? യാതൊരു തയ്യാറെടുപ്പോ രൂപരേഖയോ പ്ലാനോ ഒന്നും ഇല്ലാതെയാണ് യാത്ര ചെയ്യുന്നത്. സബ്സെ പഹലെ ലേഖകനെ കഹാം യാത്ര കർനെ കോ സോച്ചാ? समुद्र तटों से एक लंबी यात्रा करना चाहता था. लेखक ने लंबी यात्रा करने का निश्चय क्यों कर लिया? यात्रा के लिए समय, साधन और रूपरेखा की आवश्यकता है. नौकरी छोड़ देने के कारण अब लेखक के पास समय और कुछ पैसा भी थे. हाथ में पैसा और समय मिलने के कारण लेखक ने लंबी यात्रा करने का निश्चय कर लिया. अल्ले, അപ്പോൾ യാത്രക്ക് വേണ്ടി സമയം, സാധൻ എന്ന് പറഞ്ഞാൽ ചീസ്, സാധനങ്ങൾ, രൂപരേഖയ്ക്ക് ആവശ്യകത ഹേ. ലേഖക സബ്സെ പഹലെ കഹാൻ ജാനാ ചാഹത്താ താ? കന്യാകുമാരി ജാനാ ചാഹത്താ താ. കന്യാകുമാരിക്ക് വിശേഷത ക്യാ ഹേ? കുറച്ച് കാര്യങ്ങളുണ്ട് കന്യാകുമാരിനെ കുറിച്ച് പറയണമെങ്കിൽ. കന്യാകുമാരി ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ മുനമ്പാണ്, അല്ലെ? ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ മുനമ്പാണ് കന്യാകുമാരി. कन्याकुमारी में देवी कन्याकुमारी का मंदिर है. यह 3 सागरों का संगम स्थान है. पौर्णमी के दिन यहाँ से सूर्यास्त और चंद्रमा का उदय एक ही स्थान से एक साथ देख सकता है. समुद्र तट बहुत सुंदर है. यहाँ का विवेकानंद चट्टान और तिरुवल्लुवर की मूर्ति बहुत मशहूर मात्रला मशहूर और सुंदर भी है. मशहूर और सुंदर है. लेखक के मित्रों ने कहाँ जाने का सुझाव दिया. सुझाव എന്ന് പറഞ്ഞ നിർദ്ദേശം. എവിടെയൊക്കെ പോകാനാണ് നിർദ്ദേശിച്ചത്? കൊച്ചിൻ, കണ്ണൂർ, മംഗളൂർ, കൊല്ലം, ഗോവ, ആലപ്പി के बैकवाटर्स, നീലഗിരി की पहाड़ियां आदि स्थानों में जाने का सुझाव दिया. അദ്ദേഹം സിംലയിലെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ കൊച്ചിനെ കുറിച്ച് പറഞ്ഞു, കണ്ണൂരിൽ അല്ലെ താമസിക്കാൻ നല്ല സ്ഥലം കണ്ണൂരാണ്, മംഗളൂരിനെ കുറിച്ച് പറഞ്ഞു, കൊല്ലം കണ്ടവനില്ലം വേണ്ട, അല്ലെ? ഗോവ ജീവിക്കാൻ വളരെ ചെലവ് കുറഞ്ഞ സ്ഥലമാണ്, സുന്ദരമായ കടൽ തീരങ്ങളുണ്ട്. ആലപ്പിക്ക് ബാക്ക് വാട്ടേഴ്സ്, അല്ലെ? നീലഗിരിക്ക് പഹാഡിയം, ഈ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഗോവാക്ക് വിശേഷതയും ക്യാ ക്യാ ഹേ? ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഗോവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഗോവാ കാ സമുദ്ര തട് ബഹുത്ത് സുന്ദർ ഹേ. വഹാ ഖുലാ സമുദ്ര തട് ഹേ. ഏക് ആദിം സ്പർശ് ലിയേ. ആദിമ സ്പർശ്, പൗരാണികമായ ഒരു സ്പർശം, ഒരു പൗരാണികമായ ഒരു രൂപമുള്ള പ്രാകൃതിക് രമണീയത ഹേ.
പ്രകൃതി സൗന്ദര്യമുണ്ട്. और सबसे बड़ी बात यह है कि जीवन बहुत सस्ता है. रहने खाने की हर सुविधा वहाँ बहुत थोड़े पैसे में प्राप्त हो सकती है. അപ്പോൾ ആദ്യം സ്പർശ് എന്ന് പറഞ്ഞാൽ പൗരാണികത തോന്നിക്കുന്ന, പൗരാണികതയുടെ സ്പർശനമുള്ള പ്രാകൃതിക് രമണീയത, പ്രകൃതി സൗന്ദര്യം. അപ്പോൾ गोवा का समुद्र तट बहुत सुंदर है. वहाँ खुला समुद्र तट है. പ്രസന്നമായ തുറസായ ബീച്ചുകളുണ്ട്. एक आदिम स्पर्श लिए പൗരാണികത തോന്നിക്കുന്ന പ്രാകൃതിക് രമണീയത है, പ്രകൃതി സൗന്ദര്യമുണ്ട്. और सबसे बड़ी बात यह है कि जीवन बहुत सस्ता है. ജീവിതം വളരെ ചെലവ് കുറഞ്ഞതാണ്. ജീവിക്കാൻ കുറച്ച് പൈസയെ വേണ്ടു. रहने खाने की हर सुविधा वहाँ बहुत थोड़े पैसे में, बहुत थोड़े വളരെ കുറച്ച് പൈസക്ക് കിട്ടും. लेखक को सबसे अधिक आत्मीयता किस तट को लेकर थी. ഏറ്റവും അധികം ആത്മബന്ധം, അതാണ് ആത്മീയത, ഏത് തടം സമുദ്രതീരത്തോടാണ്. കന്യാകുമാരി കെ തടുക്കോ ലേക്കർ മഹസൂസ് ഹോത്തി തി. അപ്പോൾ ലേഖകന് മോഹൻ രാകേഷിന് ഏറ്റവും അധികം ബന്ധം, അല്ലെ, മാനസിക ബന്ധം തോന്നിയിരുന്നത് कन्याकुमारी के तट को लेकर महसूस होती थी. घर से चलते समय लेखक ने कहां कहां जाने का निश्चय कर लिया था. पहले लेखक ने सोचा कि सीधे कन्याकुमारी चला जाए और वहां से रेल, मोटर या नाव जहां जो मिले उसमें पश्चिमी समुद्र तट के साथ साथ गोवा या बंबई तक की यात्रा करें. फिर उन्होंने निश्चय किया कि सीधे कन्याकुमारी न जाकर बंबई होता हुआ गोवा चला जाए और वहां से कन्याकुमारी की ओर यात्रा प्रारंभ करे. लेखक की यात्रा की कल्पना में समुद्र का विस्तार अनायास क्यों आ जाता था. ഇത് ടെസ്റ്റിലെ ചോദ്യം. ലേഖകന്റെ യാത്രയുടെ സങ്കല്പത്തിൽ സമുദ്രത്തിന്റെ വിശാലത എളുപ്പത്തിൽ വന്നു ചേർന്നിരുന്നു. യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ സമുദ്രത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ. എന്തുകൊണ്ട്? लेखक मोहन रागेश का जन्म एक घने शहर की छोटी सी तंग गली में हुआ था, इसलिए समुद्र के विस्तार के प्रति आकर्षण होना स्वाभाविक था. यहाँ केवल विपरीत का आकर्षण ही नहीं, साहित्यकार के रूप में उनके मन की विशालता से भी संबंध रखता है. उसकी कल्पनाओं को विकसित करने में विशाल समुद्र तट सहायक होने की संभावना है. इसलिए लेखक की यात्रा की कल्पना में समुद्र का विस्तार अनायास ही आ जाता था. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ള നിലക്ക് നമ്മൾ അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കണം. അപ്പം നമുക്കൊന്ന് വരയിട്ടിട്ട് അപ്പോൾ ഈ നമ്മളുടെ ഈ ചതുരത്തിൽ കൊടുത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്ന് സൂചിപ്പിക്കാനാണ്. लेखक की यात्रा की कल्पना में समुद्र का विस्तार अनायास क्यों आ जाता था. लेखक मोहन रागेश का जन्म एक घने शहर की छोटी सी तंग गली में हुआ था, इसलिए समुद्र के विस्तार के प्रति आकर्षण होना स्वाभाविक था. यहाँ केवल विपरीत का आकर्षण ही नहीं, साहित्यकार के रूप में उनके मन की विशालता से भी संबंध रखता है. उसकी कल्पनाओं को विकसित करने में विशाल समुद्र तट सहायक होने की संभावना है. इसलिए लेखक की यात्रा की कल्पना में समुद्र का विस्तार अनायास आ जाता था.